ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. കുറേ പേര് പറഞ്ഞു എപ്പോഴും ചിക്കൻ മട്ടൻ ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളാണല്ലോ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം ഒരു വെജിറ്റബിൾ ഡിഷ് ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചത്. ഞാനിന്ന് ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കറി തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അല്ലാതെയും വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. ഓരോരുത്തരും ഓരോ തരത്തിലാണ് വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ വെജിറ്റബിൾ കറി നമുക്ക് അപ്പം, പെറോട്ട, ചപ്പാത്തി, ഇടിയപ്പം ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കാൻ വളരെ നല്ല ഒരു ഡിഷാണിത്. ഞാൻ വെജിറ്റബിൾ കറിക്ക് വേണ്ടിയിട്ട് കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചീത്തയാകാത്ത നല്ല കോളിഫ്ലവർ നോക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിലിപ്പം എല്ലാ പൂവും വേണമെന്നില്ല. ഇതിപ്പം മെമ്പേഴ്സിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഒരു ഇടത്തരം ക്യാപ്സിക്കം വേണം, പിന്നെ 2 ക്യാരറ്റ് വേണം, പിന്നെ 2 പൊട്ടറ്റോയും ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇടത്തരം. പിന്നെ തേങ്ങയാണ്. ഇത് തേങ്ങ നമ്മൾ അരച്ചാണ് ഉണ്ടാക്കുന്നത്. മിക്സിയിലിട്ട് അരച്ചിട്ട് വേണം ഇത് റെഡിയാക്കാൻ. തേങ്ങയുണ്ട്, പിന്നെ പച്ചമുളക്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും. ഈ കോളിഫ്ലവറിൻ്റെ നമുക്ക് പകുതി മതി നമുക്ക് ഇന്നത്തെ കറിക്ക്. അപ്പോൾ അതനുസരിച്ച് അതിനെ കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മൾ തേങ്ങ അതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗരം മസാല പൊടി ചേർത്ത് അരച്ചെടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ച നമ്മളെ വെജിറ്റബിൾസ് പാത്രത്തിലാക്കി ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാനൊരു ഹൈ ഫ്ലെയിമിലാണ് ഇതിപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ തിളയ്ക്കുന്ന വരെ നമ്മൾ ഇച്ചിരി നല്ല ഫ്ലെയിം ഇട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് തിളച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. ബോയിൽ ചെയ്യാൻ നമ്മൾ ഇട്ടിരിക്കുകയല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ വെജിറ്റബിൾസ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് മൊത്തത്തിലിട്ട് അങ്ങ് തിളപ്പിച്ചെടുത്തിട്ട് കൂട്ടുണ്ടാക്കാറാണ് പതിവ്. അന്നൊന്നും ഈ ക്യാപ്സിക്കവും കിട്ടത്തില്ല. പിന്നെ ക്യാപ്സിക്കത്തിനെ കുറിച്ചൊന്നും വലിയ അറിവുമില്ല. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ നമുക്ക് ഉള്ളത് വെച്ചിട്ടൊക്കെ നമ്മൾ വെജിറ്റബിൾ കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു തുണ്ട് ക്യാപ്സിക്കം ചേർക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ കറിയാക്കി എടുക്കാനായിട്ട് ഇതുപോലൊരു പാൻ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബട്ടർ വെച്ചിട്ടാണ് ഞാനിന്ന് വെജ് കറി ഉണ്ടാക്കുന്നത്. ബട്ടർ ഉരുകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ പെരിഞ്ജീരകവും ഏലക്ക ഇട്ട് കൊടുക്കണം. ഒരു 3-4 പെരിഞ്ജീരകവും 3-4 ഏലക്കയും കുറച്ച് പെരിഞ്ജീരകവും. അപ്പോൾ പെരിഞ്ജീരകവും ഏലക്ക ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വെജിറ്റബിൾ കറിയല്ലേ, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളെടുത്ത് കീറി വെച്ചിരുന്ന പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ വെജിറ്റബിൾസിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ വെജിറ്റബിൾസ് പിടിക്കാനുള്ളത് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇനി നമ്മൾ ഈ വെന്ത വെജിറ്റബിൾസിനകത്തോട്ട് നമ്മൾ കൂട്ടി വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങയും ഗരം മസാലയും അരച്ച കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വെന്തതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കറി വേവിച്ചെടുക്കാൻ. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു വെജിറ്റബിൾസ് വേവിക്കാനായിട്ട്. ഇനി ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പൂടി ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില നല്ല ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് കറിയെല്ലാം നമുക്ക് റെഡിയായി കഴിഞ്ഞ് ഇനി മല്ലിയില ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് എടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ശകലം നല്ല മണമുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല സൂപ്പറായിട്ടാണ് ഞാൻ വെജിറ്റബിൾ കറി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ ഹോട്ടലിലൊക്കെ പോയി കഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ബട്ടർ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നത്. ഓ സൂപ്പർ ടേസ്റ്റാണ്. കറി മാത്രം കൂട്ടാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇന്നത്തെ വെജ് കറിയും ചപ്പാത്തിയും പൊളിക്കും. ഇന്ന് ഞാൻ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിരിക്കുന്നത് വൈകുന്നേരത്ത് ഞങ്ങൾക്കിന്ന് ചപ്പാത്തിയാണ്, വെജിറ്റബിൾ കറിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റായിരിക്കും.